കേരളം ഭരിക്കുന്ന CPM-ന്റെ രണ്ട് പ്രധാന പോഷക സംഘടനകളാണ് SFIയും DYFIയും. ഒന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനമാണെങ്കിൽ മറ്റൊന്ന് യുവജന പ്രസ്ഥാനമാണ്. ഈ രണ്ട് പ്രസ്ഥാനങ്ങളെയും വർഷങ്ങളായി കേരളത്തിന്റെ സാമൂഹിക മണ്ഡലത്തിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തി വരുന്നുണ്ട്. സമൂഹത്തിന് ഗുണമുള്ള പല കാര്യങ്ങളും ഈ സംഘടനകളും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ സംഘടനയുടെ പേരിൽ വരുന്ന വാർത്തകൾ നോക്കിയാൽ അതിൽ തട്ടിപ്പ്, വെട്ടിപ്പ്, അടിപിടി, ആക്രമം ഒക്കെയാണ് കൂടുതലായി കാണാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ ഒരു മാസത്തെ ഇടവേളയിൽ തന്നെ ഈ SFI ഉൾപ്പെട്ട ഒന്നിലധികം തട്ടിപ്പുകളാണ് പുറം ലോകം അറിഞ്ഞത്. ഏറ്റവും ആദ്യം നമ്മൾ കണ്ടത് SFI സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെട്ട മാർക്ക് ലിസ്റ്റ് വിവാദമാണ്. പിന്നീട് K വിദ്യയുടെ വിവാദം പൊന്തി വന്നു. അതിനുശേഷം കായംകുളത്ത് നിഖിൽ തോമസിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം പൊന്തി വന്നു. അങ്ങനെ ഇപ്പോൾ ഇത് എത്തി നിൽക്കുന്നത് ഒരു DYFI പ്രവർത്തകന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് ഹൈക്കോടതിയിൽ കയ്യോടെ പിടിക്കപ്പെട്ട വാർത്തയാണ്. നീറ്റ് പരീക്ഷയുടെ കൃത്രിമ മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച DYFI പ്രവർത്തകനാണ് ഇപ്പോൾ എയറിൽ നിൽക്കുന്നത്. വ്യാജ മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഉപരിപഠനത്തിന് ശ്രമിച്ച സംഭവത്തിൽ പിടിയിലായത് കൊല്ലം കടക്കലിലെ DYFI പ്രവർത്തകൻ സമി ഖാനാണ്. സമി ഖാൻ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് 9 തിരുത്തു വരുത്തിയ വ്യാജ മാർക്ക് ലിസ്റ്റാണ്. ആപ്ലിക്കേഷൻ നമ്പറിലും ഫോണ്ടിലും ഫോർമാറ്റിലും അടക്കം പ്രകടമായ വ്യത്യാസങ്ങളുള്ള മാർക്ക് ലിസ്റ്റാണ് ഇയാൾ ഹാജരാക്കിയത്. 2021-22 നീറ്റ് പരീക്ഷയിൽ ആകെ ലഭിച്ച 16 മാർക്കിനെ 468 മാർക്കാക്കി മാറ്റിയാണ് സമി ഖാൻ വ്യാജ മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയത്. അക്ഷയയിൽ പോയി യഥാർത്ഥ മാർക്ക് ലിസ്റ്റിന്റെയും വ്യാജ മാർക്ക് ലിസ്റ്റിന്റെയും പകർപ്പെടുത്തു. പിന്നാലെ 2 തരത്തിൽ മാർക്ക് ലിസ്റ്റ് കിട്ടിയെന്നും യഥാർത്ഥ മാർക്ക് 468 ആണെന്നും ചൂണ്ടിക്കാട്ടി സമി ഖാൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. സംഭവത്തിൽ നീറ്റ് നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ വിളിച്ചു വരുത്തി കോടതി വിശദീകരണം തേടി. പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യാജ മാർക്ക് ലിസ്റ്റാണ് സമി ഖാൻ സമർപ്പിച്ചിരിക്കുന്നത് എന്ന് ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചതോടെ സ്വയം കുഴിച്ച കുഴിയിൽ വീഴുകയായിരുന്നു ഇയാൾ. എന്തായാലും കള്ളം പൊളിഞ്ഞതോടെ DYFI നേതാവിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്നും മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടർ അടക്കമുള്ള ഉപകരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നും പോലീസ് പറഞ്ഞു. പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ സമയപരിധിക്കുള്ളിൽ തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ച് പ്രതിയുടെ വീട്ടിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് പോലീസിന് മുന്നിലെ വെല്ലുവിളി. അതിനാൽ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമായി വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും എന്നാണ് വിവരം. അതിനിടെ സംഭവത്തിൽ പ്രതിഷേധവുമായി KSU അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തി കഴിഞ്ഞു. കേസിൽ പോലീസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നും പ്രതിയെ സംരക്ഷിക്കുകയാണ് പോലീസ് എന്നുമാണ് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ആരോപണം.